ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കിട്ടിലെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് സിഗ്നൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൈമില്ലാതെ നമ്മളിപ്പോൾ ഒരുപാട് പേര് ജോലി തിരക്ക് കാരണം നമുക്ക് ചിലപ്പം ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അങ്ങനെ ഒരുപാട് തിരക്കുള്ള ആളുകൾക്കും എന്നാൽ തിരക്കില്ലാത്ത ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താണെന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവരായിട്ട് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും നല്ല പ്രോഫിറ്റ് ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഫുൾ അധികം ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ആപ്ലിക്കേഷൻ്റെ പേര് MTF എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളാണ് പരിപാടി. നമ്മൾ വലിയ റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വരുന്നത് നിങ്ങളുടെ ഇൻ്റർഫേസിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം MTFൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാം MTFനെ കുറിച്ചിട്ട്. MTF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും കൂടിയാണ്. നമുക്ക് ട്രേഡിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് എടുക്കാം. 99% നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത്രയ്ക്ക് 99% പ്രോഫിറ്റ് എടുത്ത് തരാൻ പറ്റുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. നമുക്ക് ഡെയിലി 2 to 6% നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ നമുക്ക് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ഏകദേശം 2 to 6% നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഇത് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് സത്യം വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രേഡിങ്ങിന് ആവശ്യമായിട്ട് നല്ല പോലെ ക്യാഷ് അടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ചെറിയൊരു എമൗണ്ട് ഇട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ട്രേഡിങ്ങിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ സിഗ്നൽ പഠിക്കാൻ വേണ്ടി ഒരു 700 രൂപ മാസത്തിന് പോയിട്ട് നമ്മൾ വേറെ ആരുടെങ്കിലും എച്ചിൽ പിടിച്ചിങ്ങാണ്ട് വേറൊരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ സിഗ്നൽ പഠിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. എല്ലാം ഈ ആപ്ലിക്കേഷനിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ട്രേഡിംഗ് ഓപ്പൺ ചെയ്യേണ്ടത്, എപ്പോഴാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്യേണ്ടത് ഉണ്ട്. ഇത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ AI ട്രേഡിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ പുറകിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ MTF എന്ന് പറയുന്ന പ്രോജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഇന്ന് നമ്മുടെ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഒരു നേട്ടം നമുക്ക് വന്നിട്ടുള്ളത്, ബോട്ട് ട്രേഡിംഗ്. AI ട്രേഡിംഗ്. നമ്മളിപ്പോൾ മുമ്പേ വാലർ ബോട്ട് എന്ന് പറയുന്ന ഒരു വാലർ ബോട്ട് ഇപ്പോൾ ആകെ പൊട്ടി ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വേറൊരു നല്ലൊരു പ്രൊജക്റ്റ്. ഏറ്റവും 99% നമുക്ക് പ്രോഫിറ്റ് തരാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് MTF എന്ന് പറയുന്ന പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെയാണ് അതിൽ അക്കൗണ്ട് തുടങ്ങാം, എല്ലാ കാര്യം ട്രേഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് എന്താണ് AI ട്രേഡ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂറിന് ശേഷം ഓഫ് ചെയ്ത് കൊള്ളുമ്പോൾ ഞങ്ങൾക്ക് പ്രോഫിറ്റ് വന്ന് കിടക്കുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പരിപാടി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതുതായിട്ട് നല്ല ഏണിങ്സ് നല്ല പോലെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന നല്ല ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻ്റർഫേസ് വരും. അത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ID, നിങ്ങൾക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ഇമെയിൽ ID ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ. ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ, ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ. അപ്പോൾ നിങ്ങൾ എന്താച്ചാൽ അത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ മെയിൽ ID വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, മെയിൽ ID കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് രാജ്യത്താണ് ഇപ്പോൾ ഉള്ളത്, ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യയിലാണ്, അപ്പോൾ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ കോഡ് ഇത് മസ്റ്റാണ്. ഇതാണ് നിങ്ങളൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റും കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞാൽ ഫ്രണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ഓർഗനൈസേഷൻ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പ്രൊമോട്ട് കോഡ്, ഓർഗനൈസേഷൻ കോഡല്ല പ്രൊമോട്ട് കോഡ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്, അവിടെ ടൈപ്പ് ചെയ്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 168683
ഓക്കെ 16,8,6,8,3,3 അതാണ് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജസ്റ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ക്യാപ്ച വെരിഫിക്കേഷൻ വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മെയിലിലേക്ക് മെയിലിലേക്ക് എന്ത് ചെയ്യും, ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ വെരിഫിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിനോടനെ നിങ്ങളുടെ ആ മെയിലിലേക്ക്, നിങ്ങൾ മെയിലാണെന്നുണ്ടെങ്കിൽ ആ മെയിലിലേക്ക്, ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിലേക്ക് എന്ത് ചെയ്യും, ആ കോഡ് വരും. ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ നല്ലൊരു പാസ്വേഡ് എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് നിങ്ങൾ കൊടുത്ത ഉടനെ നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ് ആയി എന്നവർ കാണിക്കും. രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്നുകൊണ്ട് നിങ്ങളുടെ എന്ത് ചെയ്യും, ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് Mtfe എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ വരും. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. Mtfe എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരുന്ന ആദ്യം തന്നെ ഇങ്ങനെ ഇൻ്റർഫേസിലിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അതിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓൾറെഡി ചെയ്താണ്, മീൻസ് രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ആണെന്നുണ്ടെങ്കിൽ മെയിൽ വഴി, നമ്മൾ ഇമെയിൽ ലോഗിൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഫോൺ നമ്പർ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നേരെ വരും ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അതിൽ ആദ്യം ചെറിയ സ്റ്റെപ്പ് ഉണ്ട്, ചെറിയൊരു KYC സ്റ്റെപ്പ് ഉണ്ട്. ജസ്റ്റ് KYC സ്റ്റെപ്പ് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴത്ത് ബോട്ടം ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, പ്രൊഫൈൽ ഉണ്ട്, ഇപ്പോഴാണ് പ്രൊഫൈൽ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ആ പ്രൊഫൈൽ പോവാം. ആ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു KYC എന്നുണ്ടാവും, മൈ പ്രൊഫൈൽ എന്ന് ക്ലിക്ക് ചെയ്യുക. മൈ പ്രൊഫൈൽ അതും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു സെക്യൂരിറ്റി ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന അത് നിങ്ങൾ ആദ്യം ചെയ്യണം. ഓക്കെ, ഇവിടെ ഉണ്ടാവും ഏറ്റവും ടോപ്പിലുണ്ട് ഒരു സെക്യൂരിറ്റി ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അത് എന്ത് ചെയ്യുക, ആദ്യം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെക്യൂരിറ്റി ഒതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളവിടെ കൊടുക്കുക. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ID കാർഡ്, ഏതെങ്കിലും ഒരു ID കാർഡ് നമ്പർ, ഒന്നെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ID കാർഡ്, ആധാർ കാർഡൊക്കെ പറ്റും. പിന്നെ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട്, ആ ബാങ്ക് നെയിം, ബാങ്ക് ബ്രാഞ്ച്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് എന്ന് ഉദ്ദേശിച്ച് ബാങ്കിൻ്റെ നമ്പറാട്ടോ ഉദ്ദേശിച്ചത്. ബാങ്ക് അക്കൗണ്ടിന് ആദ്യം നിങ്ങൾ പേര് കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പിന്നെ ഏതെങ്കിലും ആധാർ കാർഡാണ് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഏകദേശം അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അതിനുശേഷം ബാങ്കിൻ്റെ നെയിം, ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആണോ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഫെഡറൽ, SBI ഏതാச்சுം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് ഏതാச்சுം അതും കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്ത് ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു 2 hours എന്ത് ചെയ്യും, നമ്മുടെ ഈ KYC സെറ്റാവും. KYC സെറ്റായ ഒരു അക്കൗണ്ട് ഞാൻ കാണിച്ചത് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡമ്മി അക്കൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ KYC സെറ്റായി ഏകദേശം 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ KYC റെഡിയായ ഒരു അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ KYC റെഡിയാക്കിയ ഒരു KYC ഒരു അക്കൗണ്ടാണിത്. അപ്പോൾ ഇവിടെ ഒരു പച്ചയിൽ ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ മുകളിൽ വരും. ഓക്കെ ആണ്, ശ്രദ്ധിച്ചോ, ഇവിടെ ഉണ്ടോ ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നല്ല നമ്മൾ സ്റ്റെപ്പ് കിടക്കുന്നത്, നമ്മൾ ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഏറ്റവും താഴത്തെ ട്രേഡ് എന്ന ഒരു ഓപ്ഷനിലേക്ക് വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രേഡ് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാത്തിലും നമ്മൾ ഫോറക്സ് ട്രേഡ് എന്ന് കേട്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് കേട്ടിട്ടുണ്ടാവും, എല്ലാത്തിലും ഉണ്ട്. ക്രിപ്റ്റോ അടക്കം ഇതിൽ വരുന്നുണ്ട്, ഈ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. എല്ലാ ട്രേഡിങ്ങും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് മാനുവലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. AI ട്രേഡിംഗ് എന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ട, ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, AI ട്രേഡിംഗ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വാലറ്റിലോട്ട് ഇങ്ങനെ പ്രോഫിറ്റ് വന്നോളും. മാനുവലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ പറയും, ഇതാ ഇന്ന നേരത്തെ ഈ സിഗ്നൽ ഇട്ടാൽ മതി, ഇന്ന നേരത്തെ ഈ സിഗ്നൽ ഇട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ഡൗട്ടും നമ്മൾ സെറ്റ് ചെയ്തിരുന്നതാണ്. ഇതിൽ ചെറിയൊരു നമ്മൾ $27 ഏറ്റവും മിനിമം. ഓക്കെ, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് $27 വെച്ചിട്ടാണ്. ഓക്കെ, $27 വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും മിനിമം ട്രേഡ്. പിന്നെ നമുക്ക് 26 കുറച്ചും കൂടി കൂടുതലാണെന്നുണ്ടെങ്കിൽ 60 സംതിങ് ഒക്കെ അങ്ങനെ കയറി പിടിക്കാം. അതൊന്നും പ്രശ്നമില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ 27 അപ്പം നിങ്ങൾക്ക് ആ $27 ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ എന്ത് ചെയ്യും, ഫുൾ സപ്പോർട്ടോട് കൂടി നമ്മൾ ചെയ്തിരുന്നതാണ്. ഓക്കെ, അത് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചാർട്ട്, പൊസിഷന്, അങ്ങനത്തെ എല്ലാ കാര്യവും ഇതിലുണ്ടാവും. നമ്മുടെ
അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. നമ്മൾ പ്രൊഫൈലോട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഈ വാലറ്റിലോട്ട് ആദ്യം നമ്മൾ ഇതിൽ റീചാർജ് ചെയ്യണം. ഓക്കെ, ഫണ്ട് ഇതിൽ ആദ്യം എന്ത് ചെയ്യണം, റീചാർജ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ വാലറ്റിൽ വന്നിട്ട് റീചാർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റീചാർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വാലറ്റ് അഡ്രസ്സ് ഉണ്ടല്ലോ, ഈ വാലറ്റ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് USDT. ഓക്കെ, ഈ USDT TRC20 അണ്ടറിൽ വരുന്ന USDT ആണ് എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് കോപ്പി ചെയ്യണം. ഒന്ന് ഈ അഡ്രസ്സ് അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏകദേശം നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രിഫറബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ആദ്യം ചെയ്യാം. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബിനാൻസ് അക്കൗണ്ടിലോട്ട് വരിക എന്നുള്ളതാണ് പിന്നെ സ്റ്റെപ്പ്. ബിനാൻസ് അക്കൗണ്ടിലോട്ട് വരിക. ഓക്കെ, ഈ ബിനാൻസ് അക്കൗണ്ടിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓക്കെ, ബിനാൻസ് അക്കൗണ്ടിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതിലേക്ക് വരുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ബിനാൻസ് അക്കൗണ്ടിലോട്ട് വന്നിട്ട് നിങ്ങളുടെ ബിനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വിഡ്രോ എന്ന് കൊടുക്കുക. വിഡ്രോ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് കോയിനാണ്, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് USDT ആണ്. അപ്പോൾ നിങ്ങൾ USDT ക്ലിക്ക് ചെയ്യുക, അതിൽ സെൻഡ് വിയ ക്രിപ്റ്റോ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ്സ് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ സ്റ്റെപ്പ്. അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ എന്ത് ചെയ്യും, ഇവിടെ നെറ്റ്വർക്ക് കൂടെ നമ്മൾ ഇവിടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യണം. ട്രോൺ TRC20 എന്നുള്ള നെറ്റ്വർക്ക് എന്നുള്ള ഏറ്റവും ലാസ്റ്റ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, കൺഫേം എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇവിടെ നെറ്റ്വർക്ക് ഇവിടെ TRC20 ആയി വരും. ഓക്കെ, കൺഫേം കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ എത്രയാണ് ചെയ്യേണ്ടത്, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനുകൾ, ഫസ്റ്റത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $26 ഫസ്റ്റത്തെ പ്ലാന്. ഓക്കെ, $26 പ്ലാനാണ് ഫസ്റ്റത്തെ പ്ലാൻ എന്ന് പറയുന്നത്, $26. ഓക്കെ, പിന്നുള്ള പ്ലാൻ എന്ന് പറയുന്നത് $61. ഓക്കെ, $61. അങ്ങനെ കൂടിയപ്പോൾ ഇതിൻ്റെ ഗ്രാഫൊക്കെ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മതി. മീൻസ് നമ്മുടെ അഡ്മിൻസോളി ഒന്നുമല്ല, നിങ്ങൾക്ക് എന്ത് ഡൗട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും അത് സെറ്റായി കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ആ ഒരിതുണ്ടല്ലോ, ജസ്റ്റ് നിങ്ങളുടെ എമൗണ്ട് നമ്മൾ ചെറിയൊരു പ്ലാനാണ് ചെയ്യുന്നത്. $26 നമ്മൾ ചെയ്ത് 26 ക്ലിക്ക് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഇവിടെ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ എല്ലാ കൺഫർമേഷനും കൊടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ MTFൻ്റെ ഈ അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഈ പ്രൊഫൈലിൽ എവിടെ കാണും, നമ്മുടെ ഈ വാലറ്റിലാണ് കാണുക. ഓക്കെ, നമ്മുടെ വാലറ്റിലാണ് കാണുക, അല്ലാതെ അസറ്റിലല്ല വരിക, വാലറ്റിലാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ വാലറ്റിലോട്ട് ഇട്ടിട്ട് മൈ അസറ്റിലോട്ട് ഇങ്ങനെ ആക്കണം. മൈ അസറ്റിലാണ് ഇവിടെ മെയിൻ. ഓക്കെ, മൈ അസറ്റിലാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബിനാൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടിങ് വാലറ്റിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നേരെ ഇത് ഇവിടെ വേണം, സ്പോട്ട് വാലറ്റിൽ വേണം. അതേപോലെ തന്നെ ഇവിടെ എന്ത് വേണം, മൈ അസറ്റ് എന്ന് പറയുന്ന മൈ അസറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മുടെ ഫണ്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വാലറ്റിലോട്ട് നമ്മളെ എമൗണ്ട് വരും. ജസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഫണ്ട് ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ 26 USDT ഇവിടെ വരും. ആ 26 USDT നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ട്രാൻസ്ഫർ എന്നുണ്ടാവും. ട്രാൻസ്ഫർ വാലറ്റ് ടു കറക്റ്റാണ്, ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ വാലറ്റിൽ നിന്ന് മൈ അസറ്റിലോട്ടാണ് ചെയ്യുന്നത്. അവിടെ കറക്റ്റ് വന്നിട്ടുള്ളത് അസറ്റ് വരും. എത്ര എമൗണ്ടാണ്, അപ്പോൾ നമ്മൾ 26 എമൗണ്ട് ആണെന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക, $26 എന്നുള്ള മീൻസ് $26 എന്ന് ഇവിടെ എന്ത് ചെയ്യുക, എഴുതുക $26. ഓക്കെ, എന്നാൽ അവിടെ കൺഫേം ട്രാൻസ്ഫർ എന്ന് കൊടുത്തിട്ട് നമ്മുടെ ഈ മൈ അസറ്റിലോട്ട് വരും. അതിന് ശേഷം നമ്മളിനി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞു തരാം. ഇവിടെ കണ്ടോ, ട്രാൻസാക്ഷൻ മോഡ് എന്ന് പറയുന്നൊരു കണ്ടോ, ട്രാൻസാക്ഷൻ മോഡ്. ആ ട്രാൻസാക്ഷൻ മോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഉണ്ടാവും സ്മാർട്ട് ട്രാൻസാക്ഷൻ എന്നുണ്ടാവും. സ്മാർട്ട് ട്രാൻസാക്ഷൻ. ഓക്കെ, സ്മാർട്ട് ട്രാൻസാക്ഷൻ എന്നാണ് അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ കാണും. ഓക്കെ, ഇവിടെ 2 ബട്ടൺ. ആ ബട്ടൺ ഓണാക്കിയിടാം. ഓക്കെ, ഇത് ബട്ടൺ ഓണാക്കിയിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറയും ഇന്ന ടൈമിലാണ്. അപ്പോൾ ഈ ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ പറയും. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മുടെ ഗ്രൂപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് തരാം. ഇന്ന ടൈമിൽ ഓണാക്കിയിടണം, ഇന്ന ടൈമിൽ ഓഫ് ചെയ്യണം, ഒക്കെ നമ്മൾ പറഞ്ഞുതരാം. നമ്മളൊക്കെ സെറ്റ് ചെയ്ത് തരും. നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് സീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് തരാം. നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒക്കെ തരാം. അതൊന്നും സീനില്ല. ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൺ എന്നുള്ള ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ തോന്നും. ഓക്കെ, നമ്മൾ ട്രേഡിങ് ഓണാവും.
ഓക്കെ, നമ്മൾ ട്രേഡിംഗ് ഓണം സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു 6 മണി ഒരു 5 മണിക്ക് ഒരു ഈവനിങ് ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 4 മണി അപ്പോൾ 4 മണിക്ക് ഇത് ഓണാക്കിയിടാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ 4 മണി ആവണതിൻ്റെ ഒരു അരമണിക്കൂർ, അപ്പോൾ ഒരു 3:30 നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 3:45 ആകുമ്പോൾ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓണാക്കിയിടാം. ഓക്കെ, ഈ സംഭവം ഈ ബട്ടൺ ഓണാക്കിയിടാം. 3:45 ആയതിനു ശേഷം അതിനൊരു 5 മണിക്കൂർ അല്ല 6 മണിക്കൂർ കൂട്ടും, ഒരു 5 മണിക്കൂറിന് ശേഷം 4 മണിക്ക് നമ്മൾ ട്രേഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4ൻ്റെ കൂടെ 5 കൂട്ടിന് ഒരു 9 മണി അല്ലേ, ഒരു 9 മണി ആവണ സമയത്ത് 9 മണിയാവുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓഫ് ചെയ്തിടുക. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ $27 എന്നുള്ളത് ഒരു $28 അല്ലെങ്കിൽ ഒരു $27 എന്നുള്ളത് ജസ്റ്റ് 27.8 27.9 പ്രോഫിറ്റ് കയറി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പ്രോഫിറ്റ് വന്നോ നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓഫ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയല്ലേ. അതേപോലെ നമ്മൾ ആ ടൈം ഇങ്ങനെ പറയാം, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈമിലൊക്കെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാം, ഓണാക്കിയത് ഓഫ് ചെയ്തിടാം. ഇതിൽ ഏറ്റവും വലിയ രസകരമായ സംഭവമാണ് ഇൻവൈറ്റ്, നമ്മുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. ഇതെല്ലാം കാര്യം എന്താ വെച്ചാൽ ഏറ്റവും സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ ഒരാളിപ്പോൾ ജസ്റ്റ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണത് $26 ഒരു പ്രോജക്റ്റിൽ ഒരാൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചോ. $26 ഒക്കെ നമ്മുടെ ഇതിൽ 3 ലെവൽ ഓഫ് ഇൻകം ആണ്, 1 2 3. അപ്പോൾ നമ്മൾ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വേറൊരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാലും രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ആൾക്ക് നമുക്ക് എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എനെ ഇൻവൈറ്റ് ചെയ്തു, ബിനെ ഇൻവൈറ്റ് ചെയ്തു, സിനെ ഇൻവൈറ്റ് ചെയ്താലും നമുക്ക് എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നമുക്ക് 3 ലെവൽ ഓഫ് ഇൻകം എന്നുണ്ട്. ഫസ്റ്റത്തെ ലെവലിൽ നമുക്ക് ഇവിടെ കിട്ടാൻ ഇവിടെ കാണണ്ടോ 12%, രണ്ടാമത്തെ ലെവലിന് കിട്ടാൻ പോകുന്നത് 8%, മൂന്നാമത്തെ ലെവലിന് കിട്ടാൻ പോകുന്നത് 3%. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും നമുക്ക് ഈ ഒരു ഇൻകത്തിന് പുറമെ നമുക്ക് എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് റെഫർ ചെയ്യാം. ഇവിടെ കണ്ടോ $26 പ്ലാനാണ് ഒരാൾ ഇടുന്നുണ്ടെങ്കിൽ $10 അയാൾക്ക് മന്ത്ലി എക്സ്ട്രാ ഒരു ബോണസ് ആയിട്ട് അയാൾക്ക് കാണും. മന്ത്ലി മാസം $10 ഒരു ഇങ്ങനെ വരും. ഒരാളെ റെഫർ ചെയ്താൽ മതി, ജസ്റ്റ് ഒരു 26 പ്ലാന് അയാൾ ഇട്ടാൽ മതി. 26 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് നമുക്ക് കിട്ടും ഷുവറായിട്ട്. അദ്ദേഹം നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അയാളൊരു $500 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ $500 USDT പ്ലാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മന്ത്ലി ഇൻകം എത്ര, മോർ ദാൻ $500 USDT ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇത് ഈ ഒരു MTFൻ്റെ ഏറ്റവും. അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് ലിസ്റ്റ് എത്ര ആൾ ജോയിൻ ആയി ഒക്കെ മുതൽ കാണാൻ പറ്റും. ഒരാൾ ഇൻവൈറ്റ് ചെയ്തോ, ആരൊക്കെ ഇൻവൈറ്റ് ചെയ്തോ, അപ്പോൾ നമുക്ക് ഒരാൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അയാളിന് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഒക്കെ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇതിലൂടെ ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ MTFനെ കുറിച്ച് പറയാം. ഇനി നമ്മൾ കൂടുതൽ MTFനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. ഇപ്പം തന്നെ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുക. ബാക്കിയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഫുൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ.